പ്രായമുള്ളതാകുന്ന വ്യക്തികൾ കടന്നു വരുമ്പോൾ അവരെ നിങ്ങൾ ആദരിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട അലി തങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ ക്ഷണിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് തങ്ങളത് കേട്ടിട്ടുണ്ടാവൂല. ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളുടെ പേര് വിളിച്ചു എന്നോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് തങ്ങൾ നിൽക്കാൻ. ഇപ്പൊ സ്റ്റേജ് വെച്ചുള്ളത് അവരെയാ പറയും. അവരെ തങ്ങളുടെ പേര് വിളിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, കാക്ക പോട്ടെ, കാക്ക ഒപ്പിക്കോട്ടെ, അതാണ് വിനയം. നോക്കൂ നിങ്ങൾ, അവര് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ജ്യേഷ്ഠൻ അങ്ങ് പോട്ടെ എന്ന് സയ്യിദ് അവറുകൾ അവിടുന്ന് പോയി അങ്ങോട്ട് അപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് പ്രസംഗം തുടങ്ങുന്നതിന്. അതുവരെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ തെന്നിക്കളിച്ച് മാറി മാറി നിൽക്കുക. എന്തൊരു ആദരവ്, എന്തൊരു ബഹുമാനം. എൻ്റെ ശബ്ദം അവരെക്കാൾ അവർക്കൊരു പ്രയാസമാകരുത്. വാപ്പയല്ല, വല്ലുപ്പയല്ല, വേറെ ആരുമല്ല, ജ്യേഷ്ഠനാണ്. പക്ഷെ ബഹുമാനം, ആദരവ്, അതാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഈ ആദരവുണ്ടോ? സ്വന്തം ജ്യേഷ്ഠനോട്, സഹോദരനോട്, ബന്ധുക്കളോട്, മുതിർന്നവരോട് തന്തവൈബി എന്നുള്ളതാകുന്ന ശൈലി അവലംബിക്കുന്നതാകുന്ന പുതിയ തലമുറ, അവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കണം സഹോദരങ്ങൾ. ഇദാ അതാകും കബീറു ഖൗമിൻ ഫാകിരിമൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് കടന്നു വന്നതായ പ്രായമുള്ള മനുഷ്യനെ തടന്നു വെച്ച സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ വരെ ശകാരിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, പാടില്ല, പാടില്ല. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും പ്രായമുള്ളവരെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണേ, കൊണ്ടുവരണേ. ഇദാ താകും കബീറു ഖൗമിൻ, പ്രായമുള്ളതാകുന്ന ആളുകൾ നിങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വന്നാൽ അവരെ ബഹുമാനിക്കണേ, ആദരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയത് സഹോദരങ്ങളെ ഇതാണ്, മുതിർന്നവരോടുള്ള ബഹുമാനം, ആദരവ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മല്ലം യർഹമു സഗീറനാ മല്ലം യർഹമു സഗീറനാ വലം യുഖിറ കബീറനാ ഫലൈസ മിന്നാ. കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരെ ആദരവ് വെക്കാത്തവൻ, ബഹുമാനിക്കാത്തവൻ, അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മല്ലം യർഹമു സഗീറനാ വലം യുഖിർ കബീറനാ ഫലൈസ മിന്നാ, ഫലൈസ മിന്നാ. ചെറിയ മക്കളെ കാണുമ്പോ അവരോട് സ്നേഹം വെക്കാത്തതാകുന്ന വ്യക്തികളുണ്ടോ? ഉപ്പമാരുണ്ടോ? പ്രായം ചെന്നതാകുന്ന ആളുകളുണ്ടോ? അവരും പഠിക്കണേ, പഠിക്കണേ. ചെറിയ മക്കളോട്, കുട്ടികളോട് നിങ്ങൾ കരുണ കാണിക്കണേ. ആ കരുണയുടെ വക്താവ് നീ ആയിട്ടില്ല എങ്കിൽ മുതിർന്നവരോടുള്ള ബഹുമാനം, ചെറുപ്പക്കാരാ സോദരി, അവരുടെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് അവരെ പരിപൂർണമായി തള്ളിക്കളയുന്നവരാണ് എങ്കിൽ തന്തവൈബാണ്. അവരുടെ വാക്കുകൾ നമ്മൾ അനുസരിക്കേണ്ടതില്ല. വാപ്പ വന്നുകൊണ്ട് മകളോട് ഉപദേശിക്കുമ്പോ, ഉമ്മ വന്നുകൊണ്ട് മകനോട് ഉപദേശിക്കുമ്പോ ആ ഉപദേശങ്ങളെ പരിപൂർണമായി തൃണവൽഗണിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ല, നമ്മളിൽ പെട്ടവനല്ല, മുസ്ലിമിന്റെ ശൈലിയല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാക്കുമാറാവട്ടെ. അവൻ മുസ്ലിമല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തലമുറയുടെ പോക്ക് എങ്ങോട്ട് ചിന്തിക്ക്. വാപ്പ വന്നുകൊണ്ട് മകനെ ഉപദേശിക്കുന്നു, മോനെ നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. ഉമ്മ നിർദ്ദേശം കൊടുക്കുന്നു മകളോട്, ഉമ്മയുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്നു, വാപ്പയെ അടിക്കുന്നു, ശകാരിക്കുന്നു, ചീത്ത വിളിക്കുന്നു, അവരോട് വഴക്കടിക്കുന്നു, ആ വിഷയത്തിൽ അവരുമായി പിണങ്ങുന്നു, ദിവസങ്ങളോളം ആ പിണക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എവിടേക്കാണ് ഈ തലമുറയുടെ പോക്ക്? ചിന്തിക്കുക സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് ഈ തലമുറ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബൈനനാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെതാകുന്ന തളിക കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. മനോഹരമാകുന്ന
ബറക്കത്തുള്ളതാകുന്ന ഭക്ഷണം കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിലേക്ക് കൈവെക്കാതെ പ്രവാചകൻ അടുത്തിരിക്കുന്ന സാകുന്ന പ്രായമേറെ സ്വഹാബിയോട് പറയുകയാ, ഖുദ് യാ അബാ ഉബൈദ, ഖുദ് യാ അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങൾ കൈവക്കണേ, നിങ്ങൾ കഴിക്കണേ, നിങ്ങളാണ് ഭക്ഷണം ആദ്യം കഴിക്കാൻ ബന്ധപ്പെട്ടവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഞങ്ങൾക്കിടയിൽ ഈ ഇരിക്കുന്നതാകുന്ന സദസ്യരിൽ ഏറ്റവും പ്രായമുള്ളതാകുന്ന വ്യക്തി നിങ്ങളാണ്, എന്നേക്കാൾ പ്രായമാണ്. അതുകൊണ്ട് ഖുദ് യാ അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങളാണ് ആദ്യമായി ഭക്ഷണ തളികയിലേക്ക് കൈവെക്കേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ നബിയാണ്, ഞാൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് ചാടിയിടുകയല്ല, മര്യാദ പഠിപ്പിക്കാണ്, അദബ് പഠിപ്പിക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളാണെങ്കിലോ 3 ചിക്കൻ പീസ് തീർന്നിട്ടുണ്ടാവും, എന്നിട്ട് തീർന്ന് ഇങ്ങനെ കടിച്ചുകൊണ്ട് കഴിക്കുന്നില്ലേ, അപ്പൊ കഴിക്കാൻ ചിക്കൻ ഉണ്ടായിട്ട് വേണ്ടേ, പിന്നെ അണ്ണാക്കില്ല, പിന്നെ എങ്ങനെ ഇനി കാര് കഴിക്കാനാണ്? പകുതി കഴിച്ച് തീർന്ന് അപ്പോഴത്തേക്ക് പോകാൻ പറയാൻ എടുക്ക. ചിലരിങ്ങനെ വിളമ്പാൻ നിൽക്കും, അത് കണ്ടിട്ടില്ലേ? വിളമ്പാൻ നിൽക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്നാ, ഏറ്റവും എല്ലുള്ള പീസൊക്കെ നോക്കി അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് നല്ല പീസ് നോക്കിയിട്ട് ലാസ്റ്റ് ഇവരെടുക്കാനായിട്ട്. കടയിലേക്ക് പോയി അൽഫാം പറഞ്ഞിരിക്കാം, കുഴിമന്തിയുടെ അൽഫാം പറഞ്ഞിരിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പീസ് ഇങ്ങനെ ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ ഇവന് പെട്ടെന്ന് തന്നെ കൈയിടണമെന്ന് തോന്നുകയാണ്. അത് അവനെങ്ങാണ് എടുത്തെങ്കിലോ എന്ന് കരുതിയിട്ട് വിളമ്പാൻ നിൽക്കും. എന്നിട്ട് മറ്റേ ചെറിയ പീസൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മളോർക്ക് എന്തൊരു സ്നേഹം. എന്നിട്ട് ആ വലിയ പീസ് നോക്കി തബാറക്കല്ലദീ ബിയദിഹി, ആണ് പരിപാടി. ശരിയാണോ അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇവനോർത്ത് ഇത് തരികിടയൊന്നും അറിയില്ലത്, ഇത് എല്ലാ തരികിടയും കഴിഞ്ഞിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പൊ ഈ രീതി അവലംബിക്കുന്നവർ, പ്രായമുള്ളവരെ പരിഗണിക്കാതെ പോകുന്നവർ, വീട്ടിൽ മാതാപിതാക്കൾ കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. അവരുടെ പൊരുത്തം കണക്കാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. പൊരുത്തമുണ്ടെന്ന് ഉറപ്പിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പായും ഉമ്മായും ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ അവരുടെ അനുവാദം വേണം. സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കാറില്ല. പൊരുത്തം വാക്കൊക്കെ ഉണ്ടാകും, തീർച്ചയാണല്ലോ. വാപ്പായുമ്മയുടെയും പൊരുത്തം ഉറപ്പാണ്. മക്കള് കഴിച്ചിട്ടേ കഴിക്കുള്ളൂ വാപ്പായും ഉമ്മായി. ഒന്നുമില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാ പറഞ്ഞ് പച്ചവെള്ളം കുടിച്ചു കിടക്കും. പല ഉമ്മമാരുടെയും ശൈലി അതാണ്. ചിലപ്പോൾ ആൺമക്കൾ അധികരിച്ച വീടായിരിക്കും. അപ്പൊ നല്ല പീസ് ഇഷ്ടം പോലെ ഉണ്ട്, അതെല്ലാം കഴിച്ച് എല്ലാവരും കഴിച്ച് ചട്ടി വടിച്ച് അവസാനം ഒന്നുമില്ല. പാപ്പാക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഉമ്മാക്ക് ഒന്നും ഉണ്ടാവൂല, ഒരു കറിയും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. പക്ഷെ ഇന്ന് വരെ ഒരു പരിഭവം പറയാത്ത പെണ്ണിന്റെ പേരാണ് മാതാവ്, ഉമ്മ. അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായം ചെന്ന സ്വഹാബിയെ ബഹുമാനിക്കാൻ. സ്വഹാബിയാൻ, അനുചരനാണ്. പക്ഷെ അദ്ദേഹത്തോട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഖുദ് യാ അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങൾ ആദ്യം എടുക്കണം. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് വല്ലാഹി ലാ ആഖുലു ഹത്താ, നബിയേ നബിയേ ഞാനിത് എടുക്കൂല, നബിയേ തങ്ങളതിൽ കൈവക്കാതെ ഞാനിത് എടുക്കൂല, ഹബീബേ ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് നിർബന്ധിക്കുകയാണ്, ഖുദ് യാ അബാ ഉബൈദ, ഖുദ് യാ അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങൾ തന്നെയാണ് ഈ അടുക്കൽ ബന്ധപ്പെട്ടവർ, നിങ്ങളാണ് ഈ സദസ്സിൽ ഏറ്റവും പ്രായമുള്ളതാകുന്ന വ്യക്തി. നിങ്ങളെടുക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. അല്ലാഹു റസൂലിനോട് പറഞ്ഞു, നബിയേ തങ്ങളാണ് അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതരായ വ്യക്തിത്വമാണ്. അല്ലാഹുവിന്റെ ഹബീബേ തങ്ങൾ കൈവക്കാതെ എങ്ങനെയാണ് എടുക്കുക റസൂലേ? തങ്ങളെടുത്ത് കഴിച്ചാലും ഹബീബേ എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുദ് യാ അബാ ഉബൈദ അൽ ബറകതു മഅൽ അകാബിർ,
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെക്കുകയാണ്, ഏറ്റവും ബറക്കത്ത് പ്രായമുള്ളവരിലാണ്. അവർ ഈ സദസ്സിലുള്ളിടത്തോളം അവരാണ് ആദ്യം ഏറ്റവും എടുത്തു കഴിക്കേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. ഒരു കല്യാണത്തിന്റെ സദസ്സിൽ പോയിരുന്നു. അപ്പൊ ആ വട്ടം കൂടി ഇരിക്കുന്നതിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആദ്യം ഒന്ന് മുൻഗണന കൊടുക്കണം. ഇതൊക്കെ പുതിയ തലമുറ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ നല്ല റാഹത്ത് കൊല്ലായിലെ ബീഫ് കൊണ്ടുവന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മുടെ പത്രത്തിലോട്ട് 2 പീസ് ഇങ്ങോട്ട് ഇട്ട് നമ്മൾ വേമ്പ അടിക്കുകയാണ്. പള്ളിക്കറി ഇങ്ങടുത്ത് നമ്മൾ പള്ളിക്കറി അടിക്കുക. മറ്റവന് പള്ളിക്കറി ഇല്ല, ഒന്നുമില്ല. അല്ലോ തീർന്നു പോയത്, ഫ്ലൈറ്റ് തീർന്നു പോയി. എങ്ങനെ തീരായിരിക്കും? നിന്റെ എടുപ്പ് അതുപോലത്തെ എടുപ്പല്ലേ. നീയും കൂട്ടുകാരൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ബാക്കിയുള്ളൂ? ഇവന് വേഗം ഇരിക്കണം. എന്നിട്ട് ഈ പ്ലേറ്റ് കാലിയായ പ്ലേറ്റ് കൊണ്ടുവന്നു. കാരണം അടുത്ത പ്ലേറ്റ് കൊണ്ടുവന്ന ഈ പ്രായമുള്ള മനുഷ്യന് 1 പീസ് എന്തായാലും എടുക്കുള്ളൂ. ബാക്കി ഇവന് തന്നെ റാഹത്ത്. ഇവന് നീയത്തതാണ്, നല്ല നീയത്താണ്. അതിന് ഇവൻ ആദ്യം തന്നെ എന്ത് ചെയ്ത് ഇട്ടിട്ട് ആ പ്രായം ചെന്ന മനുഷ്യന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കുകയാണ്. കല്യാണക്കാരുടെ ദേഷ്യം മുഴുവനും ഇവിടെ ഒരു പീസ് കൊടുക്കണേ. അപ്പോൾ അത് 1 പ്ലേറ്റും കൂടി കൊണ്ടുവരും. ആ പ്ലേറ്റിൽ നിന്ന് 1 പീസ് ഇവന്മാരെ എഴുന്നേറ്റ് ഇട്ട് കൊടുക്കും. ബാക്കി ഇവൻ്റെ മുന്നിലേക്ക് വീണ്ടും വെക്കും. ഇതന്നെ ആണോ നടക്കുന്നതല്ലയോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ മാത്രമല്ല, എല്ലാ വിഷയത്തിലും മുതിർന്നവരെ പരിഗണിക്കുന്നില്ല. ഒരു ഒരു സദസ്സിൽ അവിടെ മുതിർന്നവരെ പരിഗണിക്കില്ല. പ്രായം ചെന്നവർ ഒരു മജ്‌ലിസിൽ അവരെ മുതിർന്നവരെ പരിഗണിക്കില്ല. മറ്റൊരാൾ വന്ന് നിൽക്കുന്നു മണിക്കൂറുകളായി, പ്രായമുള്ളവരെ പരിഗണിക്കുകയില്ല. അവന്റെ വാപ്പയാണെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് പുതിയ തലമുറ എത്തി. ആണ് ഞാൻ പറഞ്ഞത്. ആരെ ഉപദേശിക്കാൻ പോലും പറ്റൂല, മക്കൾ ഉപദേശിക്കാൻ പറ്റൂല. സുലൈമാൻ ബിനുൽ മലിക് റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവരതാ പള്ളിയിലേക്ക് കടക്കുകയാണ്. പള്ളിയിൽ കടക്കുമ്പോ പ്രായം ചെന്നതാകുന്ന ഒരു മനുഷ്യനെ നേർക്ക് നേരെ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മരിക്കാൻ കൊതിയുണ്ടോ, താല്പര്യമുണ്ടോ? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. സുലൈമാൻ ഇബ്നുൽ മലിക് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾക്ക് മരിക്കാൻ പേടിയാണോ? പള്ളിയിലേക്ക് കടക്കുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹത്തോട് മരണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന, മരിക്കാൻ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. മരണത്തെ ഭയന്നിട്ടല്ല. കാരണം എന്റെ പ്രായം ഇപ്പോൾ ഇതാ ബുദ്ധിമുട്ടുള്ള പ്രായമായി. എന്റെ ശരീരം വല്ലാതെ വളഞ്ഞിട്ടുണ്ട്, മുതുക് വളഞ്ഞിട്ടുണ്ട്. ആരോഗ്യപരമായി ക്ഷീണമാണ്. ذهب الشاب وشره وجاء الكبر وخيره. ബഹുമാനപ്പെട്ടതാകുന്ന സുലൈമാൻ ബിനുൽ മലിക് റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രായം ചെന്ന മനുഷ്യന് പറയുന്ന ഡയലോഗാണ്, വാക്യമാണ്, എന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പ് പോയിട്ടുണ്ട്, അതിലുള്ള സർവ്വശറുകളും പോയിട്ടുണ്ട്. യുവത്വത്തിലാണ് കള്ളു കുടിക്കുക, യുവത്വത്തിലാണ് മോശപ്പെട്ട ശൈലി ഉണ്ടാവുക, യുവത്വത്തിലാണ് എല്ലാ തെറ്റുകുറ്റങ്ങളിലേക്ക് മനുഷ്യൻ എടുത്തു ചാടുക. ആ ഒരു അവസ്ഥ എന്നിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇന്നിതാ പ്രായം ചെന്നിരിക്കുകയാണ്, എന്റെ മുതുക് വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ 5 വഖത്ത് പള്ളിയിൽ ജമാഅത്തിന് ഞാനുണ്ട്. ഇപ്പോൾ ഒന്ന് ഇരിക്കുമ്പോൾ ഞാൻ പറയും അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ ഉറക്കെ പറയും ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇരിക്കാനും കടക്കാനും പുതയ്ക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും എല്ലാത്തിനും എനിക്ക് സമയമുണ്ട്. ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അതിലെല്ലാം ഞാൻ മുന്നോട്ട് പോകുക. എനിക്ക് ഹംദ് പറയാ സമയമുണ്ട്, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മരണത്തെ ഇപ്പോൾ കൊതിയില്ല, താല്പര്യമില്ല. ഈ പ്രായമുള്ള അവസ്ഥയിൽ കുറച്ചുകൂടി അമലിന് പറ്റുമോ ഇരുന്നെങ്കിൽ അത് ഖൈറാണ്. അതാണ് എന്റെ മനസ്സിൽ
മനസ്സിലെ താല്പര്യമെന്ന് സുലൈമാനുൽ മലിക് റളിയല്ലാഹു അൻഹുവിനോട് പ്രായമുള്ള മനുഷ്യന് പറയുകയാണ്. ശരിയല്ലേ? ചെറുപ്പത്തിൻ്റെതാകുന്ന യുവത്വത്തിന്റെ പ്രസരിപ്പ് അതൊക്കെ പോയി പ്രായമാണ്. ഇപ്പൊ കറക്റ്റ് 5 വക്കത്ത് പള്ളിയിലുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിൽ പ്രായമുള്ള ആളുകൾ ഇപ്പോൾ ജോലിയൊന്നുമില്ല, 5 വക്കത്ത് ജമാഅത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇരിക്കുമ്പോഴും അങ്ങോട്ട് ഇരിക്കുമ്പോ തന്നെ അൽഹംദുലില്ലാ ചാരി ഇരിക്കും പറയുന്നുണ്ട്. മുമ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലതും പറയോ? മുമ്പ് ഇരിക്കുമ്പോ ഒന്നുമില്ല, ഇർഹമുക്കല്ലാഹ് പോലും പറയാനില്ല, ഒരു പരിപാടിയില്ല. ഒരാൾ തുമ്മിയാൽ പോലും അൽഹംദുലില്ലാ ഇല്ല, തിരിച്ച് കേട്ടിട്ടൊരു ഇർഹമുക്കല്ലാഹ് ഇല്ല, ഒരു വാക്യം പോലും ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മി പോലും ചൊല്ലി കേൾക്കുന്നില്ല യുവാക്കൾ യുവതികളിൽ. അതേസമയത്ത് പ്രായവും ചെല്ലുമ്പോൾ അവനാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെതാകുന്ന മഹത്വം മനസ്സിലായിട്ടുണ്ട്, ഏകദേശം തീരാനായെന്ന് ഓർമ്മയുണ്ട്. അപ്പൊ ഇനി ഓരോന്നിനും ദിക്ർ ഔറാത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം എന്താ? മരിക്കാൻ പോവാണെന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എൻ്റെ മനസ്സിൽ കൊതി മരണത്തെക്കുറിച്ചില്ല, കുറച്ചും കൂടി ഇങ്ങനെ അങ്ങ് പോയാൽ കുറച്ച് ഹൈറ് ചെയ്യാൻ പറ്റുമല്ലോ, നന്മ ചെയ്യാൻ പറ്റുമല്ലോ, ആ ചിന്തയാണ് എന്ന് സുലൈമാനുൽ മലിക് റളിയല്ലാഹു അൻഹുവിനോട്. ആലോചിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മകൾ പെരുപ്പിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിൻ സഹോദരങ്ങളെ. പ്രായമേറെയുള്ളതാകുന്ന ആളുകൾ ഈ മജ്‌ലിസിൽ ധാരാളമുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അമനിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി റാഹത്തായ ജീവിതം അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. പുതിയ തലമുറയ്ക്ക് നന്മ ഉപദേശിക്കുന്നത് താല്പര്യമേ അല്ല, നന്മ ഉപദേശിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശത്തോടുകൂടി ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സ്വഹാബാ, ഇനി ഒരു അവസാന കാലഘട്ടത്തിലേക്ക് ജനങ്ങളെത്തും. അന്ന് ജനങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ? തിന്മയാണ്, തിന്മയാണ്. كيف أنتم إذا طغى نساؤكم وفسق شبانكم وتركتم جهادكم. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, ഇനി ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വരുകയാണ്. അന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ് സ്വഹാബാ? അന്നുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇദാ തഗാ നിസാഉകും, നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പരിപൂർണമായി പിഴച്ചു പോകുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വഫസഖ ശുബ്ബാനുക്കും, യുവാക്കൾ മുഴുവനും തമ്മാടികളായി പോകുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വതറക്തും ജിഹാദക്കും, നിങ്ങളിൽ നന്മ പരിപൂർണമായി ഇല്ലാതായി അതിനെ നന്മയെ പരിപൂർണമായി എതിർക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതായ കാലഘട്ടം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? 1400 വർഷം മുമ്പ് സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിയിട്ട് നബി തങ്ങൾ ചോദിക്കാൻ, ഇനി ഒരു കാലഘട്ടം വരും, ഇതാ ത്വഗ എന്ന് പറഞ്ഞാൽ പിഴച്ചു പോവുക. ആര് പിഴച്ചു പോകും? നിസാഉക്കും, നിങ്ങളിലുള്ള സ്ത്രീകൾ പിഴച്ചു പോകും. ഹദീസാണിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളിലുള്ള സ്ത്രീകൾ പിഴച്ചു പോകും. വഫസഖ ശുബ്ബാനുക്കും, നിങ്ങളിലുള്ളതാകുന്ന യുവാക്കൾ മുഴുവനും തെമ്മാടികളായി പോകും, തെമ്മാടികളും റൗഡികളുമാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 25,000 രൂപ തന്നാ മതി, ആളുടെ കാല് വേണ വെട്ടിത്തരും. 50,000 തന്നാ മതി, തലവെട്ടി മുന്നിൽ കൊണ്ട് വെച്ച് തരും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏത് പരിപാടിക്ക് കൊട്ടേഷൻ സംഘം ചെറിയ മക്കൾ ഇറങ്ങിത്തിരിക്കാൻ, എന്ത് നീചവൃത്തിക്കും തയ്യാറാണ്. പൈസ കൊടുത്താൽ മതി. ആരുടെ കൈ വേണോ, വിരല് വേണോ, കാത് വേണോ, അവന്റെ തല വേണോ, ഏത് അവയവം പറഞ്ഞാൽ മതി, അത് കൊണ്ടുവന്ന് തരും. അതിന് വരുന്ന കൊട്ടേഷൻ സംഘത്തെ ചേരുകയാണ്. 20 വയസ്സുള്ള പിള്ളേരെ ഇറങ്ങിയിരിക്കുന്നത്, ഒക്കെ നല്ല സാധനം അടിച്ച് MDMA അടിച്ചങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. പിന്നെ വാപ്പായ വേണമെങ്കിലും ഉമ്മായ വേണമെങ്കിലും വെട്ടിക്കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
കണ്ടില്ലേ ഈ അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതാകുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ചിത്രം. അല്ലാഹു, ഈ സമുദായത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? കള്ള് പരിപൂർണമായി നിർമാർജനം ചെയ്യാൻ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശ്രമിച്ചത് എത്രയാണ്? അത് തീർത്തും ഹറാമാണ്. നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ വലിയ വിജയത്തിലായി തീരാൻ നിങ്ങൾ പരിപൂർണമായി ലഹരിയെ മുക്തമായി കൊണ്ടുവരണം. എങ്കിൽ നിങ്ങൾ വമ്പിച്ച വിജയത്തിൽ എത്തിച്ചേരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയിട്ട് പോലും ആ വിശ്വാസം കൈക്കൊള്ളുന്നതാകുന്ന സത്യവിശ്വാസികളിൽ ഇത്തരത്തിലുള്ള നീചവൃത്തികൾ എവിടുന്ന് വരുന്നു? കള്ളു കുടിക്കുന്നവനായിരുന്നു ആ മകനെന്ന് പോലീസുകാർ ലോകത്തോട് വിളിച്ചു പറയാൻ. ലഹരി എപ്പോഴും അടിമപ്പെട്ട വ്യക്തിയാണ്. എന്തിനവന്റെ കുടുംബക്കാർ, അവന്റെ ബന്ധുക്കൾ, അവര് പോലും പരസ്യമായി മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നു വർഷങ്ങളായിട്ട് ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്. ആ വിഷയത്തിൽ പറഞ്ഞ ഉമ്മ അവനെ ഉപദേശിക്കുമ്പോൾ ആ ഉമ്മയുടെ ഉപദേശം ചെവിക്കൊള്ളാൻ തയ്യാറാകാത്ത മനുഷ്യൻ, അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു വേള വലിയ സ്നേഹം ഉമ്മയോടുണ്ടെങ്കിലും ലഹരിയുടേതാകുന്ന അടയാളപ്പെടുത്തലിൽ അതിനെ എതിർക്കുന്ന മാതാവിനോട് ലഹരി കടന്നു വരുമ്പോൾ അവന്റെ മനസ്സിൽ വിദ്വേഷമായിരുന്നു. ഖുർആൻ അത് പറഞ്ഞതാണ്. ലഹരിയിലൂടെ മനുഷ്യനുണ്ടായിത്തീരുന്ന അവസ്ഥാവിശേഷം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബാനുകും വതറക്തും ജിഹാദകും. സ്വഹാബ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സ്വഹാബ? നിങ്ങൾ പരിപൂർണമായി നിങ്ങളിലുള്ള സ്ത്രീകളെ പിഴച്ചു പോകുന്ന കാലഘട്ടം കടന്നു വന്നാൽ, ചെറുപ്പക്കാരെ മുഴുവൻ തമ്മാടികളായി റൗഡികളായി മാറുന്നതായ കാലഘട്ടം കടന്നു വന്നാൽ, സിനിമയുടെ ലോകത്തേക്ക്, സീരിയൽ ലോകത്തേക്ക്, അതുമായി ബന്ധപ്പെട്ട അശ്ലീലതയുടെ യുഗത്തേക്ക് നമ്മുടെ തലമുറകൾ മാറുന്നതായ അവസ്ഥ വന്നാൽ വതറക്തും ജിഹാദക്കും, നിങ്ങൾ സ്വന്തം ശരീരത്തെ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമം ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ, 1400 വർഷം മുമ്പ് കള്ള് പരിപൂർണമായി ഒഴിവാക്കപ്പെട്ട് സംശുദ്ധമായ ജീവിതം നയിച്ച് പള്ളിയുടെ അകത്തളങ്ങൾ മാടപ്രാവുകളെ പോലെ ഇഅ്തികാഫിന് നിയതമായി കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിന് അത് കേട്ടുകൊണ്ട് അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇതൊക്കെ ഈ ലോകത്ത് ഉണ്ടാകുമോ ഹബീബേ? പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത, മുതിർന്നവരെ ആദരിക്കാത്ത, ഖുർആൻ ഓതാത്ത, നിസ്കാരമില്ലാത്ത, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമില്ലാത്ത, ലഹരിക്ക് അടിമപ്പെടുന്നതായ യുഗത്തിലേക്ക് തമ്മാടികളും റൗഡികളുമായി പോകുന്ന ചെറുപ്പക്കാരാകുന്ന അവസ്ഥയിലേക്ക് യുവാക്കളും യുവതികളും മാറുന്ന ഒരു കാലഘട്ടം ഈ ലോകത്തിന് കടന്നു വരുമോ ഹബീബേ? അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, വശദ്ദു മിൻഹു സയകൂൻ, ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഏറ്റവും ഭയാനകമാകുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ത്രീകൾ മുഴുവനും പിഴച്ചുപോയും ചെറുപ്പക്കാരെ മുഴുവനും തമ്മാടികളാകുകയും ചെയ്യുന്നതാകുന്ന ഈ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് വളരെ പരിതാപകരമാകുന്ന ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക് എത്തുമോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് മദീന പള്ളിയിൽ നിന്നുകൊണ്ട് സഹാബത്തിനോട് ഇത് പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, വമാ അശദ്ദു മിൻഹു യാ ഹബീബല്ലാഹ്,
ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ ഹബീബേ? ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളാണ്, യുവതികൾ മുഴുവനും മോശപ്പെട്ടവരാണ്, പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനേക്കാൾ മോശമായ ഒരു യുഗം ഏതാണ് ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അൻ മുൻകരിൻ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് നന്മ ഉപദേശിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന പരിപാടി ഇല്ല, തിന്മ കൊണ്ടുള്ള വിരോധനം ഉണ്ടാവില്ല. ആരെങ്കിലും നടുറോഡുകളിൽ അന്യ പെണ്ണുമായി ചുംബിക്കുന്നത് കണ്ടാൽ പാടില്ല മക്കളെ, ചെയ്യരുത് മക്കളെ എന്ന് പറയാൻ ഒരാളെ പോലും കിട്ടുകയില്ല. ആ ഒരവസ്ഥയിലേക്ക് ലോകമെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന ഒരു യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിയില്ലേ? കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഒരന്യ പെണ്ണ് പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് പരസ്യമായി കണ്ടാൽ പോലും അതിനെ എതിർക്കാൻ ഒരു സമുദായവും ഉണ്ടാവുകയില്ല, ഒരു സമൂഹവും അതിനെ എതിർക്കാൻ ഉണ്ടാവുകയില്ല. എല്ലാവരും മാറി നിന്നിട്ട് കുഴപ്പമില്ല കേട്ടാ, ശരി വൃത്തിക്കൊക്കെ ചെയ്യുന്ന പറയും, അത്രേ ഉള്ളൂ. നല്ല ക്ലിപ്പിനുള്ള വകുപ്പ് ഒപ്പിക്കണേന്ന് പറയും, അത്രേ ഉള്ളൂ. മാറിയെന്ന് വേണമെങ്കിൽ മൊബൈൽ ഓണാക്കിയിട്ടൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാതെ എതിർക്കുന്നവർ എത്ര പേർ, പാടില്ല എന്ന് പറയുന്നവർ എത്ര പേർ, പരസ്യമായി ബസ്സിലും ട്രെയിനിലും ബീച്ചിലും റോഡുകളിലും അന്യ പെണ്ണുമായിട്ട് ചുംബിക്കുന്നവരും കാമക്കേളുകൾ ഏർപ്പെടുന്നവരും ബസ് സ്റ്റാൻഡുകളുടേതാകുന്ന പിറകുവശത്തും ഒഴിഞ്ഞുള്ള കടമുറികളിലും വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് മുസ്ലിം സഹോദരിമാർ മുഖമക്കരിയിട്ടതാകുന്ന കാസർഗോഡുള്ളതാകുന്ന പെൺകുട്ടികളടക്കം അന്യ പുരുഷന്മാരുടെ മടിയിൽ കടന്നുകൊണ്ട് കാണിക്കുന്ന കാമചേഷ്ടകൾ പരസ്യമായിട്ട് ഇവിടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ചിട്ട് പോലും എതിർക്കാത്തതാകുന്ന തലമുറയായി ഈ തലമുറ മാറിയില്ലേ? എവിടെയാണ് എത്തിയിരിക്കുന്നത് ആലോചിക്കുക നിങ്ങൾ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എതിർക്കുന്നവരെ പേർ മലപ്പുറം ജില്ലയിലേതാകുന്ന വളാഞ്ചേരിയിലേക്ക് 2 കൊല്ലം മുമ്പ് തൊപ്പി എന്ന് പറയുന്നതാകുന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതാകുന്ന ഒരു സഹോദരൻ, നിഹാദി എന്ന പേരുള്ളതാകുന്ന മലപ്പുറം ജില്ലക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അവിടേക്ക് വന്നു ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി. അവിടെയുള്ളതാകുന്ന ചെറുപ്പക്കാര്, അവിടെയുള്ളതാകുന്ന യുവാക്കൾ, യുവതികൾ 20ന്റെയും അതിന് താഴോട്ടുമുള്ളതാകുന്ന ചെറിയ മക്കൾ വന്നുകൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കാൻ 10,000 വന്ന ഗ്രൗണ്ട് അവിടെ മുഴുവൻ നിറഞ്ഞു. റോഡുകൾ മുഴുവനും ബ്ലോക്കായി, വണ്ടിയൊന്നും പോകുന്നില്ല. അപ്പോഴാണ് ലോകമറിയുന്നത് ഈ ചെറുപ്പക്കാരൻ ആരാ. ഇവനതാ ഓൺലൈനിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും പലരെയും റോസ് ചെയ്തുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ട വാക്കുകൾ പറഞ്ഞ് എപ്പോഴും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരൻ, ചീത്ത വാക്കുകളല്ലാത്ത സഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞ് നിലകൊള്ളുന്നവൻ. ആ ചെറുപ്പക്കാരൻ്റെതാകുന്ന ജീവിത ശൈലിയും അദ്ദേഹത്തിന്റെ വാപ്പയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവരെ കണ്ടുകൊണ്ട് മാതൃകയാക്കി ജീവിക്കുന്നതാകുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവൻ ഈ അടുത്തും പിന്നെയും കടയുൾക്കാണ്. അന്ന് അവിടെ വന്നപ്പോൾ ആളുകൾ എല്ലാവരും കൂടി പറഞ്ഞു ഇവിടെ ഇങ്ങനെ കൂടാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവിടെയുള്ള ബോധമുള്ളതാകുന്ന മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എല്ലാ മുസ്ലിം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞ് അവിടെ അടിച്ചോടിച്ചു. ചെറിയ മക്കളാൽ 6-7 വയസ്സൊക്കെയുള്ള കുട്ടികൾ മുതൽ 20-25 വയസ്സുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങളാണ്, ചെറിയ മക്കളാണ് ഇവന്റെ പിറകിലുള്ളത്. ആലോചിച്ചു നോക്കും. ആ പരിപാടി അവിടെ നടന്നില്ല, അത് ഫ്ലോപ്പായി പോയി. പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഇതാ 2 ലക്ഷത്തോളം വരുന്നതാകുന്ന ലൈവ് വ്യൂവേഴ്സുമായിട്ട് ഇപ്പോഴും ചാനലുകൾ നിറഞ്ഞു നിൽക്കാൻ ആളുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. പിന്നീട് വന്ന കടയുദ്ഘാടനത്തിന് വന്നപ്പോൾ അവിടെയുള്ളതാകുന്ന 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളോട് നാട്ടുകാരിൽപ്പെട്ടതാകുന്ന ആളുകൾ, അവരുടേതാകുന്ന ചെറിയ ചെറിയ ചാനലുകൾ വിറ്റ് ജീവിക്കുന്ന ആളുകൾ, അവരിങ്ങനെ ക്യാമറ വെച്ചിട്ട് ചോദിച്ചു, മോനെ നിനക്കിപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിഹാദ് എന്ന് പറയുന്നത്, തൊപ്പി എങ്ങനെ പരിചയം, എങ്ങനെയാണ് പരിചയം, ഇവരിൽ നിന്ന് എന്താ കിട്ടുന്നത്? അവൻ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്, കാരണം നല്ല ചീത്ത വിളിക്കുമെന്ന്. അവൻ തന്നെ പറയുക, ഒരാളല്ല പറയുന്നു, ഒരുപാട് പേര് നല്ല ചീത്ത വിളിക്കും, നല്ല ചീത്ത, വാപ്പായും ഉമ്മയൊക്കെ ചീത്ത വിളിക്കുന്നു, കാണുന്നവരെല്ലാം ചീത്ത വിളിക്കുക. ഇതിനകത്ത് കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തരുടെ വീഡിയോ എടുത്തിട്ട് അവരെയൊക്കെ ചീത്ത വിളിക്കുക. അതിൽ ഉസ്താദുമാരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരെയും ചീത്ത വിളിക്കുക, വായി തോരുന്നതൊക്കെ അസഭ്യം പറയുക. ഇത് കണ്ടിട്ട് പുതിയ തലമുറ പറയുകയാണ്
ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് മൂപ്പരെ. ആലോചിച്ച് നോക്ക്, നമ്മൾ പിന്നെ എന്തിനാ ഇവനൊക്കെ മദ്രസ വിടുന്നു? നമ്മൾ മക്കളെ മദ്രസ വിട്ടിട്ട് നന്നാക്കാൻ പോവാൻ. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ലും 8ലും 10ലും +1 +2 വരെ സമസ്തയുടെ സമുന്നതമായ സിലബസിലുമൊക്കെ പഠിച്ച് മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി, സ്വഭാവം നല്ല രീതിയിലുള്ളവരായി, സൽ സ്വഭാവികളായി, ഹുസ്നുൽ ഖുൽഖിന്റെ വക്താക്കളായി കൊണ്ടുവരാൻ വേണ്ടി രാവും പകലും മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുകയാണ് രക്ഷിതാക്കൾ. മക്കളോ മൊബൈൽ ഫോണിലൂടെ വൈകുന്നേര സമയം വാപ്പയും ഉമ്മയും നല്ലതുപോലെ കടന്ന് സുഖനിദ്രയിൽ കിടക്കുമ്പോൾ നിർനിദ്രരായി ഉറക്കമൊഴിച്ചിട്ട് ഇത്തരക്കാരുടെ പിന്നിൽ അവർ മൊബൈലുമായിട്ട് യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ കണ്ടുന്നതാകുന്ന അശ്ലീലതകൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നതാകുന്ന യുഗം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ മക്കൾ നൽകുന്ന സന്ദേശം എന്താണ്? ഈ തുപ്പി എന്ന ചെറുപ്പക്കാരിലൂടെ ഇത്തരത്തിൽ പിഴച്ചു പോകുന്നതാകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ മക്കളുണ്ട്. നാളെ നമ്മൾ ഈ പറയുന്നതും എടുത്തിട്ട് റോസ്റ്റ് ചെയ്യും, ഇതും ക്ലിപ്പാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ അവൻ പിന്നെയും പറയും, അത് കണ്ട് ചിരിക്കുകയാണ്. ആലോചിച്ചു നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു യുഗമല്ലേ ഇത്? ഇനി ഒരു കാലഘട്ടം വരും, അന്ന് നന്മ ഉപദേശിക്കാൻ ഒരാളും ഉണ്ടാവൂല, തിന്മ തടയാനും ഒരാളും ഉണ്ടാവില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുമ്പ് വളാഞ്ചേരിയിൽ തടഞ്ഞവർ പിന്നീട് എന്തുകൊണ്ട് തടയുന്നില്ല? ഇതേ പയ്യനെ തന്നെ വിളിച്ചിട്ട് കടകൾ ഉൽപ്പാദിപ്പിക്കുന്നവർ ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളെയും സമുന്നതരാകുന്ന സമസ്തയുടേതാകുന്ന പ്രിയപ്പെട്ട ഉലമാക്കളെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന സ്വർണ്ണക്കടകളും മറ്റ് ജ്വല്ലറികളും തുണിഷോപ്പുകളും ഒക്കെ ഉദ്ഘാടിച്ചിരുന്ന ആളുകൾ ഇന്ന് ഉദ്ഘാടിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് നടീനടന്മാരെയാണ്. ആരായി ഉദ്ഘാടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതോ? 5 ഹജ്ജ് ചെയ്തതാകുന്ന ഹാജിയാർ, കാബയ്ക്കുള്ളിൽ മുമ്പ് നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തി. ഇപ്പൊ അയാൾ ചെയ്യുന്ന പരിപാടി എന്താ? നടനെയും നടിയും തപ്പി നടക്കുക, കട ഉദ്ഘാടിക്കാൻ. ആലോചിച്ചു. അപ്പൊ ഉസ്താദിനെ കൊണ്ട് ഉദ്ഘാടിക്കണ്ടേ? ഉസ്താദിനെ കൊണ്ടുവരും. അരണ്ട വെളിച്ചത്തിൽ 4 മണി സമയത്ത് ഷട്ടർ 3/4 ഭാഗം താഴ്ത്തി വെക്കും, അടിയിൽ കൂടെ എഴഞ്ഞു കയറണം, എന്നിട്ട് ചെറിയൊരു ലൈറ്റ് ഇടും, മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് യാസീൻ ഓതി ദ്വാരക്കും ഉസ്താദും മുത്തല്ലികൾ. ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള വലിയ പരിപാടി എപ്പോഴാണ്? 10 മണിക്ക്. ചെണ്ടമേളവും വാദ്യമേളവും ഒച്ചപ്പാടും ബഹളമായിട്ട് ലെവൽ വരണം. വരുമ്പോഴത്തേക്ക് റാഹത്തായിട്ട് കട ഉദ്ഘാടിക്കാൻ ഹാജിയാരും ഫ്രണ്ടിൽ റാഹത്തായിട്ട് അവളെ തോളത്തോട്ടൊരു കയ്യൊക്കെ ഇട്ട് ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് ഹാജിയാർക്ക് 3 ദിവസത്തേക്ക് റാഹത്തായി. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറന്ന് 8 കവാടങ്ങൾ തുറക്കുക. ഒരു കവാടം ഇവിടെ തുറന്നപ്പോൾ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഇതാണ് അവസ്ഥ. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. വലിയ ഹാജിയാരാണ്, പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവരാണ്. എവിടെ നമ്മുടെ പണക്കാരൊക്കെ? എവിടെ? കാസർഗോഡുള്ളതാകുന്ന എത്രയോ ധനികരായ ആളുകളുണ്ട്. നമ്മുടെ മഹല്ലത്തിൽ വയല് കേൾക്കാനും പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനും ദീനനുസരിച്ചിട്ടുള്ള ജീവിതം ചിട്ടപ്പെടുത്താനും എത്ര പേർ നമ്മുടെ സദസ്സിലുണ്ട്. പണം പന്തി വരുമ്പോ പിന്നെ വാതൊന്നും വേണ്ട, പള്ളി വേണ്ട, പണക്കാരെ വേണ്ട, ഒരാളെയും വേണ്ട, ദീനിന്റെ വാഹകർ വേണ്ട, ആലിമീങ്ങളെ വേണ്ട, ഉലമാക്കളെ വേണ്ട, ഉലിയാക്കളെ വേണ്ട. പിന്നെ മാറിയിരുന്ന് ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം ഇരുന്നിട്ട് അവരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ട് അറബി വലിയുല്ലാഹി അതാണ് ഇതാണ്, അവരൊന്നും വലിയ ആളുകളല്ല, അവരൊക്കെ സാധാരണക്കാരാണ്, അവരൊക്കെ മണ്ണിനോട് ചേർന്ന് പോയവരാണെന്ന് പറഞ്ഞ് സയ്യിദന്മാരെയും സാധാരണക്കാരെയും നിസാരവൽക്കരിക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതായ പണത്തിന്റെ ഹുങ്കുള്ളതാകുന്ന വ്യക്തികളായി ഈ നാട്ടിലെ പണച്ചാക്കുകൾ മാറിയില്ലേ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം എന്താ? ഇഷ്ടംപോലെ കാശുണ്ട്. ഇനിയിപ്പോ ആരെ എതിർക്കാവല്ലോ? ദുനിയാവ് കൈവെള്ളയിൽ കിട്ടി. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാകും സഹോദരങ്ങളെ. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ തീപിടുത്തമുണ്ടായിട്ട് ഇന്നും അതിൻ്റെതാകുന്ന ബഹിർസ്ഫുരണങ്ങളുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ആളുകളുണ്ട്. പരിപൂർണമായി കത്തി നശിച്ചു പോയില്ലേ ഏക്കർ കണക്കിന് ഭൂമികൾ. വലിയ വലിയതാകുന്ന മാളിക സൗധങ്ങൾ കെട്ടിപ്പുണർത്തുകൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാകുന്ന രമ്യഹർമ്മങ്ങൾ മുഴുവനും കൺമുന്നിൽ വെച്ചുകൊണ്ട് കത്തിയമർന്നു പോകുമ്പോ അവർക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന വാഹനങ്ങളുമായിട്ട് ഓടുകയാണ്. ഇന്ന് വരെ ലോകത്തുള്ളതാകുന്ന ഫലസ്തീൻ മക്കളെ വരെ അഭയാർത്ഥികളാക്കാൻ വേണ്ടി ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പണച്ചാക്കുകൾ മുഴുവനും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന രംഗം ഈ സമുദായത്തിന്റെ മക്കൾ എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല? പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ച് ബിദ്അത്തിന്റെ ആളുകളൊപ്പം ചേർന്ന് നിന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹാന്മാരെയും ഉലമാക്കളെയും ചീത്ത വിളിക്കുകയും അവരെ തമ്മിലടിപ്പിക്കാനും ഉലമാക്കൾക്കെതിരിൽ തമ്മിലടിപ്പിക്കാനും മഹല്ലത്തുകൾ ഭിന്നത ഉണ്ടാക്കുവാനും പരിശ്രമിക്കുന്ന പണത്തിൻ്റെതാകുന്ന ഹുങ്കിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തിന് എനിക്ക് പറയാനുള്ളത്, അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ നടന്നിട്ടുള്ള തീപിടുത്തം നിങ്ങൾക്ക് ഏറ്റവും വലിയതാകുന്ന ദൃഷ്ടാന്തമാണ്.
വലിയ വലിയ പണക്കാര് മാത്രം വസിക്കുന്ന ഏരിയ, പണച്ചാക്കുകൾ മാത്രമുള്ള ഏരിയ, അത് പരിപൂർണമായി കത്തി നശിക്കുകയാണ്. ആലോചിച്ച് നോക്കുന്നത്, തീ അങ്ങോട്ട് പടർന്നിട്ടത് ആളി കത്തിയിട്ടത് അണയ്ക്കാൻ വേണ്ടി അവരുടെ എല്ലാ പരിശ്രമം, ലോക പോലീസ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ട് പോലും തിന്മയിലേക്ക് പോകുന്ന വ്യക്തികളായി മാറരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളിലുള്ളതാകുന്ന നന്മകൾ ഉപദേശിക്കാത്ത ഒരു കാലഘട്ടം കടന്നു വരുമേ. തിന്മയെ തൊട്ട് തടയുന്നതാകുന്ന ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകർ ഇത് പറയുമ്പോ സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അവ കായിനു ദാലിക യാ ഹബീബല്ലാഹ്, നിങ്ങൾ ഈ പറയുന്ന ഒരവസ്ഥ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? നന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് ജനങ്ങളെ തടയാത്ത, തിന്മയിൽ നിന്ന് പരിപൂർണമായി ജനങ്ങളെ തടയാത്തതാകുന്ന ഒരു യുഗം ജനങ്ങളിൽ ഉണ്ടാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, വല്ലദീ നഫ്സി ബിയദിഹി വശദ്ദു മിൻഹു സയകൂൻ. എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഇതിനേക്കാൾ മോശമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവസാന കാലഘട്ടം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാ ശദ്ദു മിൻഹു യാ ഹബീബല്ലാഹ്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥാവിശേഷം ഏതാണ് ഹബീബേ, ഏതാണ് ഹബീബേ? ആദരവായ പ്രവാചകന് പറയുകയാണ്, സ്വഹാബ, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ. ഇനി ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, അന്ന് തിന്മയെ ജനങ്ങൾ നന്മയായി കാണുകയാണ്. കള്ളു കുടിക്കുന്നത് നല്ലതാണ്, വ്യഭിചരിക്കുന്നത് നല്ലതാണ്, സിനിമ കാണൽ നല്ലതാണ്, സീരിയൽ ദർശിക്കൽ നല്ലതാണ്, ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു നട്ടിരിക്കൽ നല്ലതാണ്, അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടൽ നല്ലതാണ്. ആ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടും സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ തിന്മകളെയും നന്മയായി കാണും, എല്ലാ നന്മകളെയും തിന്മയായി കാണും. ആ ഒരു രീതിയിലേക്ക് ലോകം എത്തിപ്പെടുമേ സ്വഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞ ഈ ഹദീസ് ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ശരിയാണ്, ശരിയാണ്. പണക്കാരായ ആളുകൾ സിനിമ പിടിക്കാൻ നടക്കുകയാണ്. അവരതാ സിനിമാ നടിമാരുടെ നടന്മാരുടെ പിറകെ ഓടുകയാണ്. അവരുടെ കടകൾ ഉദ്ഘാടിക്കാൻ വീടിന്റെ ഉദ്ഘാടന വേദിയിൽ ഒരു സിനിമാ നടൻ വന്നാൽ അതിനേക്കാൾ വലിയ സന്തോഷം ഹാജിയാർക്കില്ല. 10 ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്, 40 ഉംറ ചെയ്ത വ്യക്തിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇതാ കടന്നു വരുകയാണ്. റമദാൻ മാസത്തിൽ അവൻ നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾക്ക് നോമ്പ് മുറിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ പള്ളിയിലേക്ക് ഒരു അന്യമതത്തിൽപ്പെട്ടതാകുന്ന ഒരു സിനിമാ നടൻ കടന്നു വന്നാൽ അയാൾ നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ കഞ്ഞിയുടെ കോപ്പയുമായി വന്നുകൊണ്ട് നിൽക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികളുണ്ട്. തൊട്ടടുത്തുകൊണ്ട് രാവിലെ മുതൽ നോമ്പ് നോറ്റ് തലേ ദിവസമേ ഇത്തികാഫിന് നിയ്യത്ത് വെച്ച് തറാവീഹ് പരിപൂർണമായി നിസ്കരിച്ച് അത്താഴ സമയത്ത് കേവലം ഒരു കാരക്ക കൊണ്ട് അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ച് നോമ്പ് പിടിച്ചിട്ടുള്ള പാവപ്പെട്ട എത്രയോ പട്ടിണി പാവങ്ങൾ കുമ്പോൾ ദേശത്തുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. അവർക്കൊരു കഞ്ഞിയുടെ കോപ്പ എടുത്തു കൊടുക്കാൻ, അവർക്കൊരു അത്തിപ്പഴം കൊടുക്കാൻ, അവർക്കൊരു ഈത്തപ്പഴം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ നിനക്ക് താല്പര്യമില്ല, താല്പര്യമില്ല. മതസൗഹാർദ്ദത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് മെഴുകുന്നതായ ചില ആളുകൾ ഈ സമുദായത്തിലുണ്ട്. അല്ലാഹുവേ, ഈമാൻ പരിപൂർണമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും അന്യമതത്തിൽപ്പെട്ടവരും മുസ്ലിം
മുസ്ലിം സമുദായത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തതാകുന്ന കള്ളുകുടിയന്മാർക്കും ലഹരി നുണയുന്നവർക്കും കഞ്ചാവടിക്കുന്നവരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി പണയപ്പെടുത്തുന്നതായ സമുദായമില്ലേ, ആഖിറം നഷ്ടമാണ്, നഷ്ടമാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വരും സഹാബാ, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, ആ സമയത്ത് ദീൻ അനുസരിച്ചുകൊണ്ട് പരിപൂർണമായി ക്ഷമിച്ച് സഹിച്ച് നിലകൊള്ളുക എന്ന് പറയുന്നത് കൽ ഖാബിലി അലൽ ജംരി, തീക്കനൽ കയ്യിൽ വെക്കുന്നവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കയ്യിലേക്കൊരു തീയുടെ കഷ്ണം കൊണ്ടുവന്ന് പിടിച്ചു നിർത്താൻ എത്ര പേർക്ക് സാധിക്കും? എത്രയും പെട്ടെന്ന് കുടഞ്ഞിട്ട് കൊണ്ട് ഓടുകയില്ലേ? അത് കയ്യിൽ പിടിക്കാൻ തയ്യാറാകുന്നവനെ പോലെയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് വല്ലാത്ത ക്ഷമയുള്ളവനെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പണത്തിന്റെ പളപള പളിയിക്കാൻ വീട് ഉദ്ഘാടിക്കുമ്പോ ആരെ കൊണ്ടുവരുന്നു? നടനെ കൊണ്ടുവരുന്നു. ഇന്നത്തെ തലമുറ, മുമ്പൊന്നും ഈ കാസർഗോഡൊന്നും ഇങ്ങനത്തതാകുന്ന നീചവൃത്തികളൊന്നുമില്ല. പാട്ടും കൂത്തും കൊണ്ടുവരാൻ, സിനിമാറ്റിക് ഡാൻസ് കൊണ്ടുവരാൻ, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ. എന്താ പരിപാടി? ആചാര്യ ഉൾപ്പെടെ ബ്രേക്ക് ഡാൻസ്, ഭയങ്കര തുള്ളല ആചാര്യ കാര്യാരൻ. എന്നിട്ടോ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പള്ളിയിൽ ഒരറ്റ അടി കൊടുക്കണം ഹയവാൻ. ഇവനെന്തിനാ പള്ളിക്കകത്ത്? തൊട്ടു മുമ്പ് 2 ദിവസം മുമ്പ് ഇതായിരുന്നു പരിപാടി. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. പണമുള്ളവനെ എവിടെയും കയറ്റി സ്ഥാപിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാത്തവൻ പടിക്ക് പുറത്ത് ഹല്ലി വല്ലി ഒഴിവാക്കവനെ. അവനെ പള്ളിയുടെ സ്ഥാനവും വേണ്ട, പള്ളിമേടം വേണ്ട, ഒഴിവാക്കിക്കൂടവനെ. 2 ദിവസം കഴിയുമ്പോൾ അവന്റെ പണം കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കൈകൂപ്പി നിന്ന് യാചിച്ചിട്ട്, ഓ മദ്രസ പണിത് തന്നല്ലോ, ആചാര്യ മുഖേന പള്ളിക്ക് മിഹ്റാബ് വരുന്നതാണ്, ആചാര്യ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം മുഴുവൻ ചെയ്തതാണെന്ന് പറഞ്ഞ് അയാളെ പിടിച്ചിട്ട് എല്ലാ സ്ഥാനങ്ങളും കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോൾ മൂപ്പര മകളുടെ കല്യാണത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ നടനെ കൊണ്ടുവരികയാണ്. അവിടെ ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്കും, മുത്താലിമീങ്ങൾക്കും ഒന്നും വിലയില്ല, പുല്ലുവില. ആലോചിച്ചു നോക്ക്, 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ, കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. പൈസ ഇങ്ങോട്ട് കൂടിയതാണ് ഈ സമുദായത്തിൽ ഏറ്റവും വലിയ നാശം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് ഇവന് അഹങ്കാരിയായത്. മുമ്പ് പൈസയില്ല, കയ്യിൽ 5 പൈസ ഇല്ലാത്തപ്പോ കൃത്യമായി പള്ളിക്കകത്ത് എഴുത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഹത്തീബ് ഉസ്താദിനെ ഒന്ന് കാണും, ഉസ്താദേ ധാരക്കണം, എന്തെങ്കിലും നിക്കറുണ്ടോ? ഈ ലാഹുലേക്ക് റാഹത്തയക്കും. ഹാജിയാര് പിന്നെ ലാഹുലേക്ക് ചെല്ലി കാശായി കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളിയില്ല, മെഹ്റാബും ഇല്ല. ഹാജിയാരെ പള്ളിയിലൊരു പാവപ്പെട്ടോ മിസ്കീനുണ്ട്, വീട് വെച്ച് കൊടുക്കണേ. അതിന് വേറെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ അവിടെ കൊടുത്തുപോയി, ഞാൻ അവിടെ വീട് വെച്ച് കൊടുത്തു. എവിടെ? അമേരിക്കയിൽ. ആയിക്കോട്ടെ. ഹാജിയാരെ ഒരു പാവപ്പെട്ട സാധു ഉണ്ട്, ഒരു പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കണേ. ഞാൻ ഇവിടെ, ഞാൻ കർണാടകയിൽ കൊടുത്തു. ഈ പറച്ചിലല്ലാതെ എവിടെയും കൊടുക്കുന്നൊന്നുമില്ല ആചാര്യ. ഈ പറച്ചിൽ മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും പിരിവ് തന്നു കഴിഞ്ഞാൽ ഇതെന്നെ പറച്ചിൽ. നിങ്ങൾ 2 ദിവസം മുമ്പ് വന്നിരുന്നേ തരായിരുന്നു. ചിലർ അങ്ങനെയും കൂടെ പറയുന്നു. ഇപ്പം കൂടെ കൊടുത്തോളൂ. ആളുള്ള ഹയവാൻ എവിടെ കൊടുക്കാൻ? ഒരു മനുഷ്യനെ സഹായിച്ചിട്ടും ഇല്ല. ഇങ്ങനെ ഇത് തന്നെ പരിപാടി. പൈസ കൂടിക്കഴിയുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ. പിന്നെ ദീനിന് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കാനേ താല്പര്യമില്ലാത്തുള്ളൂ.
നേരത്തെ സൂചിപ്പിച്ച പോലെ കട ഉദ്ഘാടിക്കാൻ സുബൈക്ക് മുമ്പ് കൊണ്ടുവന്നതാകുന്ന ഹാജിയാർക്കും സയ്യിദിനും 10 നോട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് കയ്യിൽ പിടിപ്പിക്കും 100 രൂപ. 10 മണിക്ക് വരുന്നതാകുന്ന പെണ്ണ് കൊടുക്കുകയാണ്, സിനിമാ നടിക്കും കൊടുക്കുന്നു 40-50 ലക്ഷം രൂപ. ഹാജിയാർക്ക് കാശില്ലാണ്ടാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ അടുത്ത് മുമ്പൊന്നും ഇങ്ങനെ ഇല്ല, കാസർഗോഡ് ജില്ലയിലൊന്നും ഇത്രയും ആഭാസമൊന്നും ഇല്ല. ഇപ്പൊ തെമ്മാടിത്തരങ്ങൾ കൂടി വരികയാണ്. പറയുന്നോണ്ട് എന്നോട് ഒന്നും തോന്നരുത്, പരസ്യമായിട്ടങ്ങ് പറയാണ്. ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട് സോക്കേട്, പൈസ കൂടിക്കഴിഞ്ഞപ്പോ അഹങ്കാരം. അപ്പൊ ഒരു 3-5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. എന്നിട്ടോ ഉള്ള നടന്മാരെയും നടിമാരെയും പാർട്ടിക്കാരെയും സിനിമാക്കാരെയും എല്ലാം കൊണ്ടുവന്ന് ആർത്തട്ടഹസിച്ച് ഉല്ലസിക്കുക. അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. എവിടേക്കാണ് നമ്മുടെ പണക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ? ഒരു പണക്കാരൻ അദ്ദേഹത്തിന്റെ വാക്കിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ കണ്ടില്ലേ? അദ്ദേഹം ഡിസംബർ 31 വയനാട്ടിലെ 1000 ഏക്കർ സ്ഥലത്തേക്ക് ക്ഷണിച്ചതിന്റെ ശൈലി തന്നെ നിങ്ങൾ കേട്ടതല്ലേ? നിങ്ങളെല്ലാവരും വന്നോളി, വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള കള്ളി എൻ്റെ കൈവശമുണ്ട്, കളിക്കാനുള്ള സാധനമായിട്ട് നിങ്ങൾ വരണമെന്ന്. ആ പറഞ്ഞ ആൾ അവസാനം ഇപ്പം എന്തായി? കളി പഠിപ്പിച്ച് പോലീസുകാർ ഇല്ല അവിടുന്ന് ഇറങ്ങി. എങ്കിലും ഞാൻ പറയും, ആലോചിച്ച് നോക്ക്. ഇതാണോ ഈ സമുദായത്തിലെ പണക്കാർ കൊടുക്കേണ്ട സന്ദേശം? ഇതാണോ? ആലോചിച്ച് നോക്ക്. അല്ലാഹു നമ്മളെ കാക്കുമാർ. അഹങ്കാരമാണ്. സമ്പത്ത് കൂടി വരുമ്പോൾ ആ ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ഇതൊക്കെ അഭിരമിക്കുകയും സന്തോഷിക്കുകയും ഇന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ മക്കളിൽപ്പെട്ടവർ വരെയുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അദ്ദേഹം പറയാണ്, ഡിസംബർ 31 ഈ രാവിലെ നിങ്ങൾ കടിച്ചു പൊളിക്കാൻ എൻ്റെ 1000 ഏക്കർ സ്ഥലത്തേക്ക് വയനാട്ടിലേക്ക് വരും. ഏതായി വയനാട്? അതേ വർഷത്തിൽ തന്നെ 600ഓളം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ട് ചൂരൽമലയിലും മേപ്പാടിയിലുമുള്ള പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കം അഭയാർത്ഥികളായിട്ട് ഇപ്പോഴും കഴിയുന്നതാകുന്ന വയനാടിന്റെ മണ്ണിലേക്ക് തൊട്ടടുത്തുള്ളതാകുന്ന 1000 ഏക്കർ വരുന്നതാകുന്ന തന്റെ സ്വന്തം സ്ഥലത്തേക്ക് നിങ്ങൾ വരൂ. നിങ്ങൾക്കുള്ളതാകുന്ന കുടിക്കാനുള്ള കള്ള് ഞാൻ തരാം, പിടിക്കാനും കളിക്കാനുമുള്ള പെണ്ണുമായിട്ട് നിങ്ങൾ വരണമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയാൻ. അതേ കൊല്ലത്തിൽ അല്ലാഹുവിനെ പിടിക്കാതിരിക്കും. എവിടെ എത്തി നിങ്ങൾ? ചൂരൽമലയും മേപ്പാടിയും പോയിട്ടുണ്ടോ? ഞാൻ പോയതാണ് അവിടെ. ആ സ്ഥലം പോയി നേരിട്ട് കണ്ടതാണ്. അല്ലാഹു ആ മക്കളുടെ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഹൈറായ വീട് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയോ വലിയ പ്രയാസം. ആ പോകുന്ന വഴിക്കാണ് ഈ പറയുന്നത് ആകുന്ന 1000 ഏക്കർ ഭൂമി, അഥവാ തൊട്ടടുത്ത പ്രദേശ. എന്നിട്ട് അവിടെ നിന്നിട്ട് വിളിക്കാൻ ഈ ദുരന്തമൊക്കെ കണ്ടിട്ട് ആ പാവങ്ങളുടേതാകുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ട് പറയുക, നിങ്ങൾ വന്നോളി, നമുക്ക് അടിച്ചു പൊളിക്കാം. അതേ വർഷം തന്നെ വിളിക്കുക, 2024 തന്നെ വിളിക്കുക. യാ അല്ലാ, 2-3 ദിവസമായില്ലേ, എന്നാൽ പോരട്ടെ, നിങ്ങളെല്ലാവരും പോന്നോ, കൊണ്ടുപോന്നോ, നമുക്കിവിടെ റാഹത്തായിട്ട് കള്ളു കുടിക്കുക, അങ്ങ് പിടിക്കാനുള്ള സാധനമായിട്ട് നിങ്ങൾ വന്നേക്കണം. ആലോചിച്ചോ? ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഏത് പണക്കാരനും ഏത് ധനികനും പണച്ചറപ്പിന്റെ മുന്നിൽ വരവൻ ശിശുവാൻ, നിസ്സാരക്കാരനാ. അത് മനസ്സിലായിക്കോ. അല്ലാഹു ഒരു പിടുത്തം പിടിക്കും. നിങ്ങൾ വലിയ പണക്കാരനാണ്, നിങ്ങളെ ആരും തൊടൂല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഖത്തറിലും ബഹ്റൈനിലും യുഎഇയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രമ്യഹർമ്മങ്ങൾ ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് പൊളിച്ചു കളയാൻ അല്ലാഹുവിന് കഴിവുള്ളവനാണ്. സെക്കൻഡ് കൊണ്ട് തകർക്കും. ഇതിനേക്കാൾ വലിയ കാശുകാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ തകർക്കാൻ ആരും ഇല്ല എന്നാരും കരുതേണ്ടതില്ല. ഇതൊക്കെ സെക്കൻഡ് കൊണ്ടില്ലാതാവും. അങ്ങനെ കരുതിയിരുന്നു ആദ് സമൂദ് ഗോത്രക്കാർ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മിപ്പിക്കുകയാണ്. കളിച്ചും രസിച്ചും രമിച്ചും ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ ധനികരെ, പണക്കാരായ വ്യക്തികളെ, അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ സമൂഹമേ, ദീനില്ലാത്ത നിലയിൽ നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സകാത്തില്ലാത്ത, ഹജ്ജും ഉംറയും ഇല്ലാത്ത, ലഹരി നുണഞ്ഞതാകുന്ന നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവ് വാരിപ്പുണരുന്ന ഓട്ടമുണ്ടല്ലോ, ഈ സിനിമയുടെ മേഖലയോടുള്ള താല്പര്യമുണ്ടല്ലോ, റീൽസുകൾ ചെയ്യാനുള്ള നിങ്ങളുടെ താല്പര്യമില്ലേ, ഈ പണത്തിന്റെ പളപളപ്പുകളില്ലേ, ഇതൊക്കെ സെക്കൻഡുകൾ എടുത്തു കളയാൻ കഴിവുള്ളവരാണ് അല്ലാഹു. അല്ലാഹ് പറയുകയാണ്, ഓതുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്.
യാദ് ഗോത്രക്കാരെ ഏത് രീതിയിലാണ് പടച്ചറബ് അവരെ നശിപ്പിച്ചത് എന്ന് അറിയില്ലയോ? إرم ذات العماد التي لم يخلق مثلها في البلاد. ഇന്ന് വരെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു മനുഷ്യന്മാരെ അല്ലാഹു പടച്ചിട്ടില്ല. അത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രരാണ്. ഒരു തെങ്ങിനോളം പൊക്കമുള്ളതായ മനുഷ്യരാണ്. ആരോഗ്യമുള്ളതായ വ്യക്തികളാണ്. وثمود الذين جابوا الصخر بالواد. വലിയ വലിയ മലകളിൽ തുരങ്കമുണ്ടാക്കിയിട്ട് അതിന്റെ മണ്ണുകൾ നീക്കി അതിനുള്ളിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നതായ സമുദായമല്ലയോ? സമൂദ ഗോത്രമല്ലയോ? അല്ലാഹുവിനെ അനുസരിക്കാതെ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ആ സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചത് അങ്ങനെയാണ്. നഊദു ബില്ലാഹ്. അതിശക്തമായ കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. സബഅ ലയാലിൻ വസമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫിഹാ സറആ. രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമാകുന്ന കാറ്റ് അല്ലാഹു നൽകുകയാ. സബഅ ലയാലിൻ 7 രാത്രികൾ തുടരെ അല്ലാഹു നൽകുകയാണ്. കത്രീന കാറ്റ് പോലെ ഒരു സാദാ സീത കൊടുങ്കാറ്റായി പടച്ച റബ്ബിന്റെ ശിക്ഷയുടെ കാറ്റിനെ കാണരുതേ. ഖുർആനിൽ അടയാളപ്പെടുത്തണമെങ്കിൽ അത്രയേറെ ഭീകരമാണ്.